അപ്പോൾ നമ്മൾ വേവ് ഫംഗ്ഷൻ്റെ കാര്യം പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് നോ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഫോർ സൈ ഇറ്റ് സെൽഫ്. സൈയെ ഫിസിക്കലി സിഗ്നിഫിക്കൻ്റ് ആക്കാൻ വേണ്ടി എന്നുവെച്ചാൽ പ്രോബബിലിറ്റിയുടെ ടേംസിലോട്ട് അതിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ കോംപ്ലക്സ് കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇപ്പം അതിന് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ആയി. അപ്പം ആ മോഡുലസ് ഓഫ് സൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സൈ മൾട്ടിപ്ലൈഡ് വിത്ത് ഇറ്റ്സ് കോംപ്ലക്സ് കോൺജുഗേറ്റ്, അതിന് മോഡുലസ് ഓഫ് സൈ സ്ക്വയർ എന്ന് പറയും. ദാറ്റ് മോഡുലസ് ഓഫ് സൈ സ്ക്വയർ ഇസ് കോൾഡ് എന്തോന്ന് പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറയും. മനസ്സിലായല്ലോ, പ്രോബബിലിറ്റി ഡെൻസിറ്റി. ഇനി നമുക്ക് വേവ് ഫംഗ്ഷൻ്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് പാർട്ടിക്കിൾ ഡെൻസിറ്റി ഓർ ചാർജ് ഡെൻസിറ്റി. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് പാർട്ടിക്കിൾ ഡെൻസിറ്റി ഓർ ചാർജ് ഡെൻസിറ്റി. അതാണ് ശരിക്കും എന്ത് വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. വേവ് ഫംഗ്ഷൻ്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്, അതായത് സൈക്ക് രണ്ട് ഫിസിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ട്. ഒന്ന്, ഇറ്റ് ഈസ് എ മെഷർ ഓഫ് പാർട്ടിക്കിൾ ഡെൻസിറ്റി ഓർ ചാർജ് ഡെൻസിറ്റി. ഇനി എന്താണ് പാർട്ടിക്കിൾ ഡെൻസിറ്റി? എന്താണ് പാർട്ടിക്കിൾ ഡെൻസിറ്റി? സോ അപ്പോൾ ഇതിനൊരു ഫിസിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ ആദ്യമായിട്ട് കൊടുക്കുന്നത് ഷ്രോഡിഞ്ചർ ആണ്, ഇൻ ടേംസ് ഓഫ് ചാർജ് ഡെൻസിറ്റി. ഏതിന്? വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏത് ഇലക്ട്രോ മാഗ്നറ്റിക് സിസ്റ്റം എടുത്തു കഴിഞ്ഞാലും അവിടുത്തെ എനർജി ഡെൻസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി വേവ് ആണ്. ഒരു പ്രിൻസിപ്പിളാണ്. ഇൻ എനി ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് the energy density is proportional to the square of the amplitude of wave. That is, energy density is proportional to square of the amplitude of wave എന്ന് പറഞ്ഞാൽ amplitude of the wave a ആണെങ്കിൽ അതിന് proportional to a square എന്ന് കൊടുക്കാം. proportional to a square. മനസ്സിലായോ? ഇനി അതാണ് എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ. ദാറ്റ് ഈസ്, എന്താണ് എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ? എനർജി ഡെൻസിറ്റി ക്യാൻ ബി റിട്ടൺ ആസ് ദി നമ്പർ ഓഫ് ഫോട്ടോൺസ് പെർ യൂണിറ്റ് വോളിയം ഇൻറ്റു എനർജി ഓഫ് വൺ ഫോട്ടോൺ. അതായത് നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് എ മെഷർ ഓഫ്, ദാറ്റ് ഈസ് സൈ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫിസിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ ഇതാണ്. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് എന്ത്? എനർജി, ചാർജ് ഡെൻസിറ്റി ഓർ പാർട്ടിക്കിൾ ഡെൻസിറ്റി. പാർട്ടിക്കിൾ ഡെൻസിറ്റി ഓർ ചാർജ് ഡെൻസിറ്റി. എന്നിട്ട് നമ്മൾ പറഞ്ഞു ദാറ്റ് ഈസ് എനി ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് സിസ്റ്റം എനർജി ഡെൻസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് വേവ് എന്നാണ്. എന്നുവെച്ചാൽ യൂണിറ്റ് വോളിയത്തിലുള്ള എനർജി എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയറിന് പ്രൊപ്പോർഷണലാണ്. ഇനി എന്താണ് എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ? എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എനർജി ഓഫ് ഫോട്ടോൺ പെർ യൂണിറ്റ് വോളിയം എന്നാണ്, അല്ലേ? യൂണിറ്റ് വോളിയത്തിലുള്ള എനർജി ഓഫ് ഫോട്ടോൺ. അപ്പം നമുക്ക് എനർജി ഡെൻസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? ദാറ്റ് ഈസ്, എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എനർജി പെർ വോളിയം എന്നാണ്. എനർജി ഓഫ് ഫോട്ടോൺ പെർ വോളിയം എന്ന് പറഞ്ഞാൽ ഒരു ഫോട്ടോണിൻ്റെ എനർജി പെർ വോളിയം എന്ന് പറഞ്ഞാൽ ഒരു ഫോട്ടോണിൻ്റെ എനർജി യൂണിറ്റ് വോളിയത്തിൽ എത്ര ഫോട്ടോൺ ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ നമുക്ക് പറയാം യൂണിറ്റ് വോളിയത്തിൽ എത്ര നമ്പർ ഓഫ് ഫോട്ടോൺസ് ഉണ്ട്. നമ്പർ ഓഫ് ഫോട്ടോൺസ് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം. എനർജി ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഫോട്ടോൺസ് ഡിവൈഡഡ് ബൈ വോളിയം ഇൻറ്റു എനർജി ഓഫ് വൺ ഫോട്ടോൺ. എനർജി ഓഫ് ഫോട്ടോൺ പെർ യൂണിറ്റ് വോളിയം എന്നാണ്. അപ്പോൾ എനർജി ഓഫ് ഫോട്ടോൺ പെർ വോളിയം ഇൻറ്റു എത്ര നമ്പർ ഓഫ് ഫോട്ടോൺസ് എന്നതിന് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ വോളിയമാണ് എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് എനർജി ഡെൻസിറ്റി എന്ന് മനസ്സിലായാലും എനർജി ഓഫ് ഫോട്ടോൺ പെർ യൂണിറ്റ് വോളിയം. അപ്പോൾ യൂണിറ്റ് വോളിയത്തിലുള്ള ഒരു ഫോട്ടോണിൻ്റെ എനർജി ഇൻറ്റു 5 നമ്പർ ഓഫ് ഫോട്ടോൺസ് ഉണ്ടെങ്കിൽ അത്രയും മൾട്ടിപ്ലൈ ആണ്, ഇൻറ്റു 5 എന്നുള്ളത്.
അപ്പം അത് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു എ സ്ക്വയർ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് ഫോട്ടോൺസ് പെർ യൂണിറ്റ് വോളിയം എങ്ങനെ കണ്ടുപിടിക്കാം? അടുത്ത സ്റ്റെപ്പ് നോക്കിക്കോളാം. എങ്ങനെയാണ് ഞാൻ പറഞ്ഞതാണ്, നമ്പർ ഓഫ് ഫോട്ടോൺസ് ഡിവൈഡഡ് ബൈ വോളിയം ഇൻറ്റു എനർജി ഓഫ്, ഇവിടെ ഇൻറ്റു എനർജി ഓഫ് 1 photon അല്ലേ, എനർജി ഓഫ് 1 photon ഈസ് പ്രൊപ്പോർഷണൽ ടു എ സ്ക്വയർ എന്ന്. സോ നമുക്ക് പറയാം നമ്പർ ഓഫ് ഫോട്ടോൺസ്, ഇതിൽ നിന്ന് ഈ ഇക്വേഷനിൽ നിന്ന് നമ്പർ ഓഫ് ഫോട്ടോൺസ് പെർ വോളിയം എന്ന് പറഞ്ഞാൽ ഈസ് പ്രൊപ്പോർഷണൽ ടു എ സ്ക്വയർ ബൈ എനർജി ഓഫ് 1 photon. ദറ്റ് ഈസ് എനർജി ഓഫ് 1 photon ഈസ് h nu. ഇങ്ങനെ എഴുതാമല്ലോ ഈ ഇക്വേഷനിൽ നിന്ന്. നമ്പർ ഓഫ് ഫോട്ടോൺസ് പെർ വോളിയം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു എ സ്ക്വയർ ബൈ എനർജി ഓഫ് ഫോട്ടോൺ. ഈ എനർജി ഓഫ് ഫോട്ടോൺ എന്ന് പറഞ്ഞാൽ h nu ആണ്. അപ്പോൾ ദാറ്റ് നമ്പർ ഓഫ് ഫോട്ടോൺസ് പെർ വോളിയം, യൂണിറ്റ് വോളിയത്തിലുള്ള നമ്പർ ഓഫ് ഫോട്ടോൺസിന് നമുക്ക് ഫോട്ടോണിൻ്റെ ഡെൻസിറ്റി എന്ന് പറയാം അല്ലേ. ദറ്റ് ഈസ് ഫോട്ടോൺ ഡെൻസിറ്റി പ്രൊപ്പോർഷണൽ ടു എ സ്ക്വയർ. മനസ്സിലായി? ഈസ് proportional to a square. അപ്പോൾ in the electron or any particle, ഇലക്ട്രോണിൻ്റെ കേസിലോ or any particle കേസിലോ നമുക്ക് പറയാം that particle density is proportional to psi square. എന്നതാണ് particle density is proportional to psi square. അങ്ങനെയാണെങ്കിൽ psi square gives the number of particles per unit volume. മനസ്സിലായി? ഫോട്ടോൺ ഡെൻസിറ്റി, അതായത് നമ്പർ ഓഫ് ഫോട്ടോൺസ് പെർ യൂണിറ്റ് വോളിയം പ്രൊപ്പോർഷണൽ ടു എ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇലക്ട്രോണിൻ്റെ കേസിൽ നമുക്ക് പറയാം, ഇലക്ട്രോണിൻ്റെ കേസിൽ നമുക്ക് പാർട്ടിക്കിൾ ഡെൻസിറ്റി എന്ന് പറയാം. ദാറ്റ് പാർട്ടിക്കിൾ ഡെൻസിറ്റി എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് വേവ് എന്നാണ്. സ്ക്വയർ ഓഫ് ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് വേവ് എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷണൽ ടു സൈ സ്ക്വയർ. സോ സൈ സ്ക്വയർ ഗീവ്സ് ദി എന്താണ്, ഞാനിവിടെ പറഞ്ഞ ആ സിമിലാരിറ്റി മനസ്സിലായല്ലോ. നമ്പർ ഓഫ് ഫോട്ടോൺസ് പെർ വോളിയം പ്രൊപ്പോർഷണൽ ടു എ സ്ക്വയർ ആണ് എന്ന് പറഞ്ഞാൽ ഫോട്ടോൺ ഡെൻസിറ്റി എന്ന് പറയുന്നത്, ഫോട്ടോൺ എന്ന് പറഞ്ഞ ഒരു വേവാണ്. അപ്പോൾ യൂണിറ്റ് വോളിയത്തിലുള്ള ഫോട്ടോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു എ സ്ക്വയർ ആണെങ്കിൽ നമുക്ക് അതിന് ഈ ഫോട്ടോൺ, ഞാൻ ആദ്യമേ പറഞ്ഞു ഫോട്ടോണിന് ഒരു വേവ് നേച്ചർ ഉണ്ടെങ്കിൽ ആ ഇലക്ട്രോണിന് ഒരു വേവ് നേച്ചർ ഉണ്ട്. സോ നമുക്ക് പറയാൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, മനസ്സിലായ, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ വോളിയം, ദറ്റ് ഈസ് ഇലക്ട്രോൺ ഡെൻസിറ്റി ഓർ പാർട്ടിക്കിൾ ഡെൻസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു എക്ക് പകരം അവിടെ ആംപ്ലിറ്റ്യൂഡ് ഓഫ് വേവ് എന്ന് പറയുന്നത് എ ആയിരുന്നെങ്കിൽ ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് ഓഫ് വേവ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ സൈ ആണ്. ഇറ്റ്സ് പ്രൊപ്പോർഷണൽ ടു സൈ സ്ക്വയർ. സോ സൈ സ്ക്വയർ ഗീവ്സ് ദി പാർട്ടിക്കിൾ ഡെൻസിറ്റി. മനസ്സിലായി? അഥവാ അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ചാർജ് ഡെൻസിറ്റിയെ നമുക്ക് നേരത്തെ എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഫോട്ടോൺസ് പെർ വോളിയം ഇൻറ്റു എനർജി ഓഫ് ഫോട്ടോൺ എന്ന് പറഞ്ഞ പോലെ ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് വോളിയം ഇൻറ്റു ചാർജ് എന്ന് പറയാം. ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു സൈ സ്ക്വയർ. നമ്പർ ഓഫ് ഫോട്ടോണിൻ്റെ സ്ഥാനത്ത് പാർട്ടിക്കിൾസ് പെർ വോളിയം ഇൻറ്റു ചാർജ്, നമ്പർ ഓഫ് ചാർജ് അല്ല ഇൻറ്റു ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ്, പ്രൊപ്പോർഷണൽ ടു സൈ സ്ക്വയർ. അതാണ് അതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പം അതാണ് ഒരു ഫിസിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതായത് ഫോട്ടോണിന് വേവ് നേച്ചർ ആണെങ്കിൽ, എന്ന് വെച്ചാൽ ലൈറ്റിന് വേവ് നേച്ചർ ഉണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു സിറ്റുവേഷനിൽ ഇലക്ട്രോണിന് വേവ് നേച്ചർ ഉണ്ട് എന്ന്, ലൈറ്റിന് ഡ്യുവൽ നേച്ചർ ഉണ്ട് എന്ന് തെളിയിക്കപ്പെട്ടതിലൂടെ ഇലക്ട്രോണിനും ഡ്യുവൽ നേച്ചർ ഉണ്ട് എന്ന് കണ്ടുപിടിച്ചു. ആ കണ്ടുപിടിക്കുന്നതിലൂടെ ആ ഫോട്ടോണിൻ്റെ എനർജി ഡെൻസിറ്റിയെ നമുക്ക് ഇവിടുത്തെ ചാർജ് ഡെൻസിറ്റിയുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് പറയാം ചാർജ് ഡെൻസിറ്റി പ്രൊപ്പോർഷണൽ ടു എന്താണ് സൈ സ്ക്വയർ എന്ന് പറയാം. എന്ന് വെച്ചാൽ യൂണിറ്റ് വോളിയത്തിൽ എത്ര നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്
അത് അതിൻ്റെ എന്താണ് ചാർജ് ഡെൻസിറ്റിയാണ്. ദാറ്റ്സ് പ്രൊപ്പോർഷണൽ ടു സൈ സ്ക്വയർ. സൈ സ്ക്വയറിന് ആനുപാതികമായിട്ടായിരിക്കും അവിടുത്തെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ വോളിയം എന്ന് പറയുന്നത്. അതാണ് ഒരു ഫിസിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ. എൻ്റെ കൺസെപ്റ്റ് മനസ്സിലായി കാണുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അത് പിടികിട്ടിയല്ലോ. ഇനി രണ്ടാമത്തെ ഫിസിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മെഷർ ഓഫ് പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദി പാർട്ടിക്കിൾ. അപ്പം അതാണ് ആദ്യത്തെ ഫിസിക്കൽ ഇൻ്റർപ്രിട്ടേഷനാണ് ഇവിടെ പറയുന്നത്. അതായത് photon density proportional to a square. Similarly, if psi is the amplitude of matter wave at any point in space, we may consider the particle density, that is number of particles per unit volume at that point, to be proportional to modulus of psi square. Hence, square of psi is a measure of particle density. Square of psi, that is psi multiplied with its complex conjugate, that gives modulus of psi square. It is a measure of particle density. If we multiply the particle density by electric charge of the particle, we get the charge density. Charge particle density charge കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് charge density കിട്ടും. Therefore, quantity modulus of psi square is also a measure of charge density. The interpretation given above led to a satisfactory result when wave mechanics was applied to the stable states of the Bohr theory. അപ്പോൾ അതാണ് അതിൻ്റെ ഫിസിക്കലി ഒരു ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞത്. ഇനി രണ്ടാമത്തത് wave function is a measure of probability of finding the particle at a particular point in space. അതാണ് രണ്ടാമത്തെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് പറയാം, നമ്മൾ പറഞ്ഞു നേരത്തെ എന്താണ് പ്രോബബിലിറ്റി. അതായത് ഒരിക്കലും സൈ എന്ന് പറയുന്നത് കോംപ്ലക്സ് നമ്പർ ആയതുകൊണ്ട് അതിന് ഇറ്റ്സെൽഫ് ഒരു ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഇല്ല. സോ നമ്മൾ അതിനെ കോംപ്ലക്സ് കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് നമ്മൾ അതിനെ അപ്പോഴാണ് ആ പ്രോബബിലിറ്റിക്ക് ഇമ്പോർട്ടൻസ് വരുന്നത്. കാരണം പ്രോബബിലിറ്റിയുടെ വാല്യൂ പോസിറ്റീവ് ആക്കി നിർത്താൻ വേണ്ടി നമ്മൾ അതിൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് കൊണ്ട് സൈയെ മൾട്ടിപ്ലൈ ചെയ്തു. സോ പ്രോബബിലിറ്റി നമുക്ക് എങ്ങനെ എഴുതാമെന്ന് ചോദിച്ചാൽ പ്രോബബിലിറ്റി ഈക്വൽ ടു സൈ സ്റ്റാർ സൈ അല്ലേ. അതായത് സൈ മൾട്ടിപ്ലൈഡ് വിത്ത് ഇറ്റ്സ് കോംപ്ലക്സ് കോൺജുഗേറ്റ്, അങ്ങനെയാണ് എഴുതുന്നത്. സൈ സ്റ്റാർ. ഇനി സൈ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ സെറ്റ്. എന്ന് വെച്ചാൽ ഒരു സ്പേസിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഈ മൂന്ന് കോർഡിനേറ്റ്സിൻ്റെയും വാല്യൂവിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും സൈ ഇരിക്കുന്നത്. സോ സൈ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ്, നമ്മൾ കോമൺലി പറയുമ്പോൾ സൈ ഇൻറ്റു സൈ സ്റ്റാർ. സൈ സ്റ്റാർ കോംപ്ലക്സ് കോൺജുഗേറ്റ് ആണ്. ഇനി എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് വെച്ചാൽ ഒരിക്കലും പ്രോബബിലിറ്റി നെഗറ്റീവ് വാല്യൂ വരാനായിട്ട് പാടില്ല. മനസ്സിലായല്ലോ. ഇനി the probability of finding the electron or particle at any point may be large, small or zero, but it cannot be imaginary. Of course, if psi is real, psi star is equal to psi and the probability p equals the square of psi. Thus we conclude that psi must satisfy the following conditions. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം എന്താണെന്ന് വെച്ചാൽ, അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു മോഡുലസ് ഓഫ് സൈ സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ് പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദി പാർട്ടിക്കിൾ എന്ന് പറയാം അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മൾ പറയുന്നു സ്പേസിൽ ഒരു പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ ആ സ്പേസിൻ്റെ വോളിയം എന്ന് പറയുന്നത് ഡി ടോ എന്ന് പറയുന്ന വോളിയമാണ്, അഥവാ ഡി വി. നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ ഡി വി എന്ന് റെപ്രസെൻറ്റ് ചെയ്യാറില്ല, ഡി ടോ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഡി ടോ എന്ന് പറയുന്നത് സ്പേസ് ആണ്. സ്പേസ് എന്ന് പറഞ്ഞാൽ 3 ഡയമെൻഷണൽ സ്പേസ് ആണ്.